ഹലോ വെൽക്കം ബാക്ക് ടു ഷിവൂസ് ആൻഡ് മീനസ് കോർണർ. ഇന്നൊരു സൂപ്പർ ട്രഡീഷണൽ വീഡിയോ ആണ്. ചെട്ടിനാടിലെ ഉള്ള പാത്രങ്ങളും പിന്നെ കളിപ്പാട്ടങ്ങളാണ്. ഇതയുടെ പേര് പല്ലാങ്കുളി. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് മീൻസ്. തമിഴ് നമ്മൾ പല്ലാങ്കുളി എന്നാണ് പറയുന്നത്. മലയാളത്തിൽ എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു കളിപ്പാട്ടം ഉണ്ടോയെന്നും പോലും എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ, തമിഴ്നാട്ടിൽ ഇത് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഇത് നമുക്ക് 2 പ്ലെയർ വെച്ച് കളിക്കാം. ഒരാൾക്ക് 7 കുഴി വെച്ചിട്ട് നമുക്ക് കളിക്കാം. 5 മുത്ത് വേണം. നമ്മൾ ഈ ചോയല്ലേ, ഈ ഷെൽസ് അത് വെച്ചിട്ട് നമുക്ക് കളിക്കാം. അല്ലെങ്കിൽ വേറെ എന്ത് ബീഡ്സ് വേണമെങ്കിലും നമുക്ക് വെച്ച് കളിക്കാം. ഇതിൽ നമ്മുടെ വീട്ടിൻ്റെ അഡ്രസ്സാണ് ഇത്. MRV എന്ന് വെച്ചാൽ ഇൻഷ്യലാണ്. അപ്പോൾ ഏത് പാത്രം എടുത്താലും നമ്മുടെ ചെട്ടിനാട്ടിൽ പേരുണ്ടാവും. അപ്പോൾ ഇതയുടെ കോയിൻസ് നമുക്ക് നോക്കാം. ഞാൻ ഇതാണ് പറഞ്ഞത്, മുത്ത്. നമ്മൾ തമിഴ്നാട് പറയുമ്പോൾ ചോയി എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് ഇതാണ് ദായക്കട്ട തമിഴിൽ പറയുമ്പോൾ. മലയാളത്തിലും ഐ ഡോണ്ട് നോ, സോറി. ഇത് നമുക്ക് 4 പേര് വെച്ച് കളിക്കാം. ഇൻറ്റുമാർക്ക് ഇട്ടതെല്ലാം നമുക്ക് കുന്ന് അങ്ങനത്തെയാണ്. പ്രൊട്ടക്ഷൻ ഏരിയ അങ്ങനെ പറയാം. എല്ലാം കൂടി ചുറ്റി വന്ന് നമുക്ക് കളിക്കാം. പിന്നെ ഇത് നാഴിപ്പാടി പറയുന്നത്. തമിഴ് പറയുമ്പോൾ ഒളക്കെന്ന് പറയും. നാഴി എന്ന് വെച്ചാൽ ഒരുപാട് ബിഗ് സൈസാണ് നാഴി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടി നാഴി. പിന്നെ 1 ടംബ്ലർ ഇസ് ഈക്വൽ ടു 1 വിളക്ക്, ഹാഫ് ടംബ്ലർ ഇസ് ഈക്വൽ ടു അര വിളക്ക്. അതിനും ചെറുതാണെങ്കിൽ നമുക്ക് 1/4 വിളക്ക് എന്നാണ് പറയുന്നത്. ലൈക്ക് 1/2 കാൽ അങ്ങനെയാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ ശരിക്കും മലയാളം ലാംഗ്വേജ്. സോ ഞാൻ ഇതൊക്കെ എനിക്ക് അറിഞ്ഞ വാക്കുകൾ ഞാൻ പറയാം. ഇത് മങ്ക് പാത്രം എന്ന് പറയുമ്പോൾ നമുക്കിത് ബർമ്മയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഒരുപാട് ഇങ്ങനത്തെ പാത്രങ്ങൾ, പീങ്കാൻ പാത്രം എല്ലാം ബർമ്മ, ജപ്പാൻ, ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. മുത്തശ്ശൻ ഒരുപാട് ഐറ്റംസൊക്കെ കൊണ്ടുവന്നതാണ് ഇതെല്ലാം. ഈ പാത്രത്തിൻ്റെ പേര് ശരിക്കും എനിക്കറിയില്ല. പക്ഷേ ഇത് നമുക്ക് അലമാരി ഉണ്ടല്ലോ, വുഡൻ അലമാരിയിൽ അതിടെ കാല് വരുമല്ലോ, അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രമൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ പാത്രത്തിന് നടുക്ക് നമുക്ക് ഉറുമ്പിൻ്റെ പൊടി ഇട്ടിട്ട് പിന്നെ അതിൽ നമ്മൾ അലമാരിയുടെ കാല് വയ്ക്കും, ഒരു സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഇതെല്ലാം വെജിറ്റബിൾസ് വയ്ക്കുന്ന ട്രേ ആണ്. പണ്ട് നമുക്ക് ഫ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയം നമ്മൾ ഇങ്ങനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോരോ വെജിറ്റബിൾസിനും ഓരോരോ ട്രേ ആണ്. പ്രത്യേകം ഈ ട്രേയിൽ വയ്ക്കുമ്പോൾ നമുക്ക് അത് കേടേ വരത്തില്ല. ഇതൊരു ട്രേയിൽ 4 ബോക്സ് വെച്ചിട്ട് വരുന്നതാണ്. നമുക്ക് പൂജാമുറിയിൽ വയ്ക്കാം. ഇങ്ങനത്തെ തിരി, പിന്നെ തീപ്പെട്ടി, കർപ്പൂരം അങ്ങനെയൊക്കെ വെക്കാൻ ഉള്ളതാണ്. ഇതിലും നമുക്ക് കുട്ടി ബോക്സിൽ മുകളിൽ നമുക്ക് ഇൻഷ്യലൊക്കെ ഉണ്ടാവും, കണ്ടറിയാം. ഇതും സെയിം തന്നെയാണ്. നമുക്കിത് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ളതാണ്. ചെറുത്, വലുത്, ഒരുപാട് ഷോർട്ട് അങ്ങനെയാണ്. ഇത് നമുക്കൊരു വുഡൻ ട്രേയിൽ 4 പീങ്ങാണ്ട പാത്രം വിത്ത് ക്യാപ്പോട് വരുന്നതാണ്. ഇത് നമുക്ക് ഉപ്പുള്ളത് എന്ത് വേണമെങ്കിലും നമുക്ക് വയ്ക്കാം. ഉപ്പ്, പിന്നെ അച്ചാർ, ഉപ്പിട്ട അച്ചാർ അങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റും. ഇതിലും കൂടി നമുക്ക് പേരുണ്ട്, ഇനിഷ്യലുണ്ട്, കണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇതെന്താണെന്ന് അറിയാമോ? ഇത് നമുക്ക് ഗ്ലാസ് ക്യാരി ചെയ്യുന്ന പാത്രമാണ്. എങ്ങനെ പറയാൻ എനിക്കറിയില്ല. ട്രേ നമ്മൾ പ്ലേറ്റിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ എല്ലാം ചാടും, പക്ഷേ ഇതിൽ വെക്കുമ്പോൾ ചാടില്ല. ടു ബി സിമ്പിൾ, നമ്മുടെ ചായ കടയിലൊക്കെ കാണും, നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ചെറിയ ഗ്ലാസ് വെക്കുകയുള്ളൂ. അതുപോലെ ഇത് വലിയ ഗ്ലാസ് വെക്കാം. നമുക്ക് പ്ലേറ്റിലോ അല്ലെങ്കിൽ ഓരോരോ ഗ്ലാസ് ആയിട്ട് കൊണ്ടുപോയി കൊടുത്താൽ ഒരുപാട് സമയം. ഇതാകുമ്പോൾ നമുക്ക് 7 എണ്ണം ഒരു സമയത്ത് കൊണ്ടുപോകാം. അതാണിത്. പണ്ട് നമ്മൾ കല്യാണ സമയത്തിൽ ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇത് വെരി ക്യൂട്ട് ലിറ്റിൽ ഉരൽ. നമ്മൾ പച്ചമരുന്ന് ഇടിച്ച് വാവയ്ക്കോ അല്ലെങ്കിൽ വീട്ടിൽ ജലദോഷം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇടിച്ചൊക്കെ കുടിക്കാറുണ്ടല്ലോ, ഈ തുളസിയും പിന്നെ പനിക്കുടുക്കയിലൊക്കെ, അതിന് വേണ്ടിയിട്ടുള്ള പർപ്പസാണ്. ഇതെല്ലാം വുഡൻ സ്പൂൺസാണ്. ടീസ്പൂൺ, 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ അങ്ങനത്തെ വെറൈറ്റിയിലുള്ളതാണ്. ഇത് നമുക്ക് യൂഷ്വലി പുളി പിന്നെ ഉപ്പ് അങ്ങനെയൊക്കെ ഉള്ളതിന് യൂസ് ചെയ്യാം. ദിസ് ഈസ് കോൾഡ് സോത്തുക്കട്ടൈ എന്ന് വെച്ചാൽ
നമ്മൾ ചോറ് വടിക്കും. ഐ ഡോണ്ട് നോ മലയാളം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചോറിൽ ഉള്ള വെള്ളമൊക്കെ പുറത്ത് വരാനായിട്ട് ഇത് സഹായിക്കും. ഇന്ന് ഈ ഇല ഷേപ്പിലുള്ളത് നമുക്ക് പ്ലേറ്റിൽ വെക്കണം. ഈ കട്ട ഉണ്ടല്ലോ, അതിൻ്റെ പേര് കുത്തുക്കട്ടയാണ്. അത് വെച്ചിട്ട് സപ്പോർട്ടിൽ നമുക്ക് വെള്ളം പുറത്ത് ചാടാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കുന്നതാണ്. ഇതയുടെ തമിഴ് പേര് തടുക്കാണ്, മലയാളത്തിൽ ഐ ഡോണ്ട് നോ. ഇത് നമുക്ക് ബർമ പായ് കൊണ്ട് ചെയ്യുന്നതാണ്. ഇതിൽ നമുക്ക് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ നന്നായിട്ട് നമുക്ക് നല്ല ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. വെൽവെറ്റ് ക്ലോത്ത് കൊടുത്ത് ഓരം ഫുള്ള് നമുക്ക് എഡ്ജസ് എല്ലാം തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ തടുക്ക് നമ്മൾ ഫങ്ഷൻ സമയത്താണ് യൂസ് ചെയ്യുന്നത്. ഈ പ്യൂപ്പറിറ്റി ഫങ്ഷനിലോ അല്ലെങ്കിൽ മാരേജ് പിന്നെ പ്രഗ്നൻസി സമയത്തിൽ ഇതിൽ തറയിൽ നിൽക്കാണ്ട് ഇങ്ങനത്തെ തടുക്കളാണ് നിന്നെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ബാക്ക് സൈഡിൽ നമുക്ക് MRV നമ്മുടെ വീട്ടിൻ്റെ ഇനിഷ്യൽ ഉണ്ടാവും. പിന്നെ എൻ്റെ കയ്യിൽ വേറെ ഒരു വെൽവെറ്റ് തടുക്കും കൂടി ഉണ്ട്. പിന്നെ ഇത് കുഞ്ഞു പായാണ്. നമ്മുടെ കൊച്ചു കുട്ടികൾ ജനിച്ച കുട്ടി അല്ലെങ്കിൽ ഇച്ചിരി ഒരു 10 വയസ്സ് വരെ ഉള്ള കുട്ടികൾ കിടക്കാൻ വേണ്ടിയിട്ടുള്ള പായാണ്. ഇതും ബർമ പായാണ്. ഇതിൽ കിടക്കുമ്പോൾ ഒരു തനി സുഖമുണ്ട്. കിടക്കാൻ നല്ല ഒരു കൂളിംഗ് ഉണ്ടാവും. ഉടമ്പ് നല്ല വി ക്യാൻ ഫീൽ ദ കൂൾ. നല്ല ഉറക്കം വരും. ഇത് മറ്റൊരെണ്ണമാണ്. ഇതും കൂടി നമുക്ക് വലിയ ആൾക്കാർ കിടക്കണതാണ്. പക്ഷേ എല്ലാം സിംഗിളാണ്, ഡബിളോ ട്രിപ്പിളോ അല്ല. ഇതിൽ നമുക്ക് സൈഡിൽ മുഴുവനും വെൽവെറ്റ് വെച്ച് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിലും നമുക്ക് പേര് വെച്ചിട്ടുണ്ട്. MRV ആണ് എൻ്റെ അമ്മയുടെ ഇനിഷ്യൽ. അപ്പോൾ ഇതോടെ വീഡിയോ ഒക്കെ തീരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ചെട്ടിനാട് ഐറ്റംസ് ഒക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് വീഡിയോ അയച്ചു തരാം. അപ്പോൾ അത് ഇത്രയും നേരം കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്.